ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ, അതായത് എൻ്റെ ഹെയർ ഞാൻ എങ്ങനെയായിട്ട് പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ എന്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഹെയർ ഫോൾ ഉണ്ടാകും. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പാർലറിൽ പോയി ചെയ്ത സമയത്തും എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ചെയ്തപ്പോഴും ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. രണ്ടിനും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ പാർലറിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് എൻ്റെ ഹെയർ. അതായത് നല്ലതുപോലെ ടാങ്കിൾസ് ഉണ്ട്, അതുപോലെ ഡ്രൈനെസ് ഉണ്ട്, നല്ല കേൾസ് ഉണ്ട്, വേവ്സ് ഉണ്ട്. അത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിനെയാണ് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ലോറിയലിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൺലൈനായിട്ടല്ല പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്, ഓഫ്ലൈനായിട്ടാണ്. നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് ചാലയിൽ ഗണേശ് എന്ന് പറഞ്ഞൊരു ഹോൾസെയിൽ കടയുണ്ട്. അതായത് കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹെയർ നല്ലതുപോലെ വാഷ് ചെയ്യുക. ഒരു മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക കേട്ടോ. കണ്ടീഷണർ ഒന്നും ഇടണ്ട, നമ്മൾ ഡേർട്ട് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോവാം. ഞാൻ ഇവിടെ ലോറിയലിൻ്റെ ഷാമ്പൂ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ടവൽ ഡ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു വെറ്റ്നസ് വേണം ആ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. ഫസ്റ്റ് ഈ ഒരു ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഹെയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ക്രീം എടുക്കുക കേട്ടോ. നമ്മൾ എടുക്കുന്ന ബൗൾ മെറ്റാലിക് ബൗളൊന്നും എടുക്കരുത്, ഒരു പ്ലാസ്റ്റിക് ബൗളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ കയ്യിൽ ഗ്ലൗസും ഇടുക കേട്ടോ. അതിനുശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്രീം എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ ചെറിയ ചെറിയ സെക്ഷൻ ഹെയർ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 20 മിനിറ്റ്സ് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നോക്കുക. അതായത് മുടിയുടെ പല ഭാഗത്തുനിന്നും, ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ഹെയർ എടുത്തിട്ട് ഒന്ന് വലിക്കുക. അപ്പോഴത്തേക്കും വലിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആയെന്നാണ് അർത്ഥം കേട്ടോ. ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞത്. ഒരു 20 മിനിറ്റ്സ് വരെ ഇട്ട് നോക്കുക കേട്ടോ. ചിലവരുടെ മുടിയിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ എല്ലാ ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്കാൽപ്പിൽ നിന്ന് 1 ഇഞ്ച് അകലം വിട്ടിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നോർമൽ വാട്ടറിൽ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഒരു തരി പോലും പ്രോഡക്റ്റ് നമ്മുടെ ഹെയറിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു രീതിയിൽ വാഷ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ നന്നായിട്ട് ടാങ്കിൾഡ് ആകും. അപ്പോൾ അത് ചീപ്പ് വെച്ച് പതുക്കെ ഒന്ന് ചീകി മാറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഡ്രയർ വെച്ച് ഉണക്കുന്നുണ്ട്. ഡ്രയർ വെച്ച് ഉണക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അല്ലാതെ വേണമെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഫാൻ്റെ മൂഡിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡ്രയർ യൂസ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഇരുന്ന ഹെയറും ഇപ്പോൾ വരുന്ന ഹെയറും നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ കേൾസും വേവ്സും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് വേവ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. ഞാനൊരു പ്രൊഫഷണലൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയും ഒരു പെർഫെക്ഷനിലൂടെ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ കുറച്ച് 1 ഇഞ്ച് വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. തീരെ സ്കാൽപ്പിനോട് അടുപ്പിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേവ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്ട്രൈറ്റനിങ് ആണ്. നമ്മൾ ഒരു അയൺ വെച്ചിട്ട് സ്ട്രൈറ്റ് ചെയ്യണം. നല്ലതുപോലെ ടൈം എടുത്ത് തന്നെ സ്ട്രൈറ്റ് ചെയ്യണം. അതുപോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ്നർ എന്നെ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തതിലൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ഐക്കോണിക്കിൻ്റെതൊക്കെ നല്ലതാണ്, നല്ല ബ്രാൻഡാണ്, നല്ല പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നതുമാണ് കേട്ടോ. ഞാനിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ സ്ട്രൈറ്റ്നർ നല്ലതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ചെയ്യുന്ന രീതിയും, അതായത് നല്ല ടൈം എടുത്ത് വളരെ സ്ലോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ഹീറ്റിട്ട് തന്നെ ചെയ്യാൻ വേണം. എന്നാലേ അതിങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ ഹെയറിലും ഞാനിങ്ങനെ ചെയ്തെടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യുന്ന ദിവസം വേറൊരു പണിക്കും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം നല്ല ടൈം എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഹെയറും സ്ട്രൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വാഷൊന്നും ചെയ്യൽ. അടുത്ത് നമ്മൾ ഡയറക്റ്റ് അടുത്ത ക്രീം അപ്ലൈ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റി കാണിക്കുന്നത് ഏതൊരു രീതിയിൽ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്ത് ന്യൂട്രലൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ന്യൂട്രലൈസർ നമ്മൾ കുറച്ച് തിക്കായിട്ടിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഷേക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം, നേരത്തെ എടുത്ത ആ ബൗളിൽ എടുക്കരുത്. അതായത് ആ ക്രീമിൻ്റെ പുറത്ത് വീണ്ടും ഒഴിച്ച് അങ്ങനെ എടുക്കരുത്. ഒന്നുകിൽ അത് വാഷ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു ബൗൾ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതിയാകും. ഇതിന് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നിർബന്ധമല്ല. ഇത് നമ്മുടെ സ്കാൽപ്പിലായാലും കയ്യിലായാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ ന്യൂട്രലൈസർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ നേരത്തെ തേച്ച ക്രീം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല ഫ്രിസ് ആവാനും അതുപോലെ ബ്രേക്കേജ് ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും ഒരു ഹെയറിനൊരു ഹൈഡ്രേഷൻ കൊടുക്കാനും നമ്മുടെ ഹെയർ ഒന്ന് സോഫ്റ്റ് ആവാനും ഒന്ന് മാനേജബിളായിട്ട് ഇരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുന്നത്. ഇതും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ലതുപോലെ ടൈം എടുക്കണം. ഈ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ഇട്ടാൽ മതി. 15 to 20 മിനിറ്റ്സ് അത്രയും ഇട്ടാൽ മതി. അതായത് എല്ലാ ഹെയറിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. എന്നാലേ അതിനൊരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ലാസ്റ്റ് ഇത് അങ്ങനെ തള്ളിക്കളയരുത്. അതായത് ഇത്
സ്ട്രെയിറ്റ് ആയല്ലോ എന്ന് വെച്ചാൽ ഇനി ബാക്കി അത് ഇടാതിരിക്കരുത് കേട്ടോ. ഇതിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാലേ നമുക്കൊരു നാച്ചുറൽ ഫിനിഷും കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല ടൈം എടുത്ത് തന്നെ ഞാനിത് ഫുൾ എല്ലാ ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഹെയറിൽ എങ്ങനെയെങ്കിലും എല്ലാ ഭാഗത്തും എത്തിക്കാൻ നോക്കരുത്. ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് നല്ലതുപോലെ ടൈം എടുത്ത് താഴോട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നാലേ ആ ഒരു ഫിനിഷിൽ, അതായത് ഒരു നാച്ചുറൽ ഫിനിഷിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഇപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഞാൻ നല്ലതുപോലെ ആക്കിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ അനങ്ങാതെ ഇരിക്കണം അപ്ലൈ ചെയ്ത് വെച്ചിട്ട്. നല്ലതുപോലെ ക്ഷമ വേണം കേട്ടോ, എന്നാലേ നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഹെയർ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഡക്റ്റ് എല്ലാം തന്നെ പോകണം കേട്ടോ. ഞാൻ എടുത്ത് പറയുകയാണ്, നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് പോകാൻ കുറച്ച് പാടാണ്. പക്ഷേ നമ്മൾ നല്ല ടൈം എടുത്ത് ഹെയറിലെ എല്ലാ കംപ്ലീറ്റ് പ്രോഡക്റ്റും വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നല്ലതായിട്ട് വേവ്സും കേൾസും എല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറയും ഞാൻ ആദ്യം കാണിച്ച ഹെയറും ഇപ്പോൾ കാണിക്കുന്ന ഹെയറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ സ്ട്രെയിറ്റ് ചെയ്യണം കേട്ടോ. സ്ട്രെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്ന് ലോക്കാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്കും അവർ ചില സ്ഥലങ്ങളിൽ ചെയ്യാറില്ല, ലാസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്ത് തരാറില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്ത് തരാറുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം വരെ തല കുളിക്കരുത്. അതുപോലെ ഹെയർ കെട്ടരുത്, ഒരുപാട് ശക്തിയായിട്ടുള്ള കാറ്റടിക്കരുത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബേസിക്കലി പറഞ്ഞാൽ പൊന്നു പോലെ നമ്മൾ ഹെയറിനെ കൊണ്ട് നടക്കണം, എന്നാലേ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ടൈ ഒന്നും ചെയ്ത് വയ്ക്കരുത്, എന്നാൽ നമുക്ക് ആ ഒരു ബെൻഡൊക്കെ നമുക്ക് ഹെയറിൽ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ലോറിയലിൻ്റെ സിറം കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു 3 ഡേയ്സ് നമ്മൾ നന്നായിട്ട് ഹെയറിനെ നോക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ തുമ്പ് കട്ട് ചെയ്യുന്നില്ല ഹെയറിനെ, ഞാൻ തുമ്പ് കട്ട് ചെയ്യും, കുറച്ച് ദിവസം നോക്കിയിട്ട് കട്ട് ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന സോഫ്റ്റ്നെസ്സിനെക്കാളും കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസം വരും നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും. ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ട്രീറ്റഡ് ഹെയർ എന്നുള്ളത് തോന്നത്തില്ല, വളരെ നാച്ചുറൽ ഫിനിഷിൽ തന്നെ തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.